രണ്ട് തുളസിമാലയും പിടിച്ച് പടിക്കെട്ടുകൾ ഓടിക്കയറുന്നവനെ നോക്കി നക്ഷത്ര നിന്നു. ഇതാ മോളെ, കഴുത്തിലിട്ടോ. ഒരെണ്ണം അവൾക്ക് മുന്നിലേക്ക് നീട്ടി, മറ്റൊന്ന് ദീപു വാങ്ങി. എന്തിന്? എനിക്ക് പറ്റില്ല, വിക്കലോടെ പറഞ്ഞ് പിന്നിലേക്ക് നീങ്ങി നിന്നു. മോളെ പ്ലീസ്, ഒരു 10 മിനിറ്റ് നേരം മാത്രം. ആദ്യേട്ടൻ എവിടെ? വരൂന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അവൾ മതിൽക്കെട്ടിന് പുറത്തേക്ക് നോക്കി ചോദിച്ചു. ആദർശ് ഓൺ ദ വേ ആണ്, പ്ലീസ് മോളെ. കെഞ്ചും പോലെ പറയുന്നവനെ ദയനീയമായി നോക്കി. ആദർശേട്ടൻ? അവൻ പറഞ്ഞിട്ട് തന്നെയാ. തല കുലുക്കി മൂളിക്കൊണ്ട് തുളസിമാല വാങ്ങി കഴുത്തിലേക്കിട്ടു. വന്നോ? എനിക്ക് വേറെ പണിയുള്ളതാ. ഓഫീസിന് അകത്ത് നിന്ന് ഓഫീസർ ഉറക്കെ ചോദിച്ചു. ദേ ഒരു 2 മിനിറ്റ് സാർ. പറഞ്ഞു തീരും മുന്നേ ആദർശിന്റെ ബുള്ളറ്റ് വലിയ ശബ്ദത്തോടെ മതിൽക്കെട്ടിനകത്തേക്ക് കയറി. പിന്നാലെ ഒരു ബൈക്കും. മോളെ ഒന്ന് അടുത്ത് നിന്നേ. നിതിൻ നക്ഷത്രയെ പിടിച്ച് ദീപുവിന് അരികിലായി നിർത്തി. കൃഷ്ണ, ഇതെന്താ ഇവിടെ നടക്കുന്നത്? വരുൺ ബൈക്ക് നിർത്തിയതും അഞ്ജലി ചാടി ഇറങ്ങി. ഹഹാ സൂപ്പർ, ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പുകൾ ഓടിക്കയറി നക്ഷത്രയ്ക്ക് മുന്നിലായി നിന്നു. അവളെ അടിമുടി നോക്കി. കല്യാണപ്പെണ്ണ് സുന്ദരിയായല്ലോ. ഇപ്പോ നീ എന്തു പറയുന്നു? ദേ നിന്റെ കാമുകൻ പ്രാണൻ കളഞ്ഞ് ഓടി വന്നതാ, പക്ഷേ കൈവിട്ടു പോയി. ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്ന ആദർശിന് നേരെ വിരൽ ചൂണ്ടി. ഹാപ്പി മാരീഡ് ലൈഫ് അഞ്ജലി പറയുമ്പോൾ നക്ഷത്രയുടെ കണ്ണുകൾ ആദർശിൽ തന്നെ ഉറച്ചു നിന്നു. ആദ്യേട്ടാ, ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് പോകാൻ നിന്നവളുടെ കയ്യിൽ ദീപു അമർത്തി പിടിച്ചു. കൈയെടുക്ക്, വിറയലോടെ പറഞ്ഞു. അയ്യോ, അതെങ്ങനെ ശരിയാവും? ഇനി നീ ജീവിക്കേണ്ടത് ദേ ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവിന്റെ കൂടെയാ. പുച്ഛച്ചിരിയോടെ അഞ്ജലി പറയുമ്പോൾ നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ആള് വന്നോ? എത്ര നേരമായടോ? ഓഫീസറുടെ ദേഷ്യത്തോടെയുള്ള സ്വരം. വാ, ഞങ്ങൾ സൈൻ ചെയ്തു, ദീപു ഉറക്കെ പറയുമ്പോൾ ആദർശ് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ദീപുവിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. അഞ്ജലി, നീ സൈൻ ചെയ്, ദീപു പറയുമ്പോൾ ഓഫീസർ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് ഒപ്പുവെച്ചു. ഹാ, ഇനി ബാക്കിയുള്ളവർ സൈൻ ചെയ്തോ? ആദർശിന്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. അവൻ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൈൻ ചെയ്തു. അവളുടെ കണ്ണുകൾ ചുരുങ്ങി. എല്ലാവരും ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി. ഹാപ്പി മാരീഡ് ലൈഫ്. നിതിനും പ്രവീണും വരുണും ദീപുവിനെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തു. നാച്ചൂട്ടാ, ഇങ്ങി വന്നേ. വിളിക്കേണ്ട താമസം അവൻ അരികിലേക്ക് ഓടി. ആദ്യേട്ടാ, വിങ്ങലോടെ വിളിച്ചു. അവനെ ചുറ്റി പിടിച്ചു. എന്തേ, പേടിച്ചോ? ഒന്നുമില്ലാട്ടോ. അവളുടെ കഴുത്തിൽ കിടന്ന തുളസിമാല ഊരി മാറ്റി നക്ഷത്രയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ദീപു സംശയത്തോടെ അഞ്ജലി വിളിച്ചു. ഹോ, എന്ത് പറ്റി? വന്നപ്പോഴുള്ള ഊർജം ഇപ്പോൾ ഇല്ലല്ലോ, ചോർന്നു പോയോ? ഉറക്കെ ആദർശി ചോദിച്ചു. ദീപുവിന് അരികിലേക്ക് വന്നു. ഇതെന്റെ വക. നിയമപരമായി ഭാര്യയായി മാറിയാലും താലി അതൊരു വാഗ്ദാനമാണ്. എന്നും സുഖത്തിലും ദുഃഖത്തിലും കൂടെ കാണും എന്ന വാഗ്ദാനം. അതിൽ മാറ്റം വരുത്തണ്ട. ചിരിയോടെ പറഞ്ഞ് വാലറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് ദീപുവിന് മുന്നിലേക്ക് നീട്ടി. ആദർശേ, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തോടെ വിളിച്ചു. ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ചതാ, കെട്ടിക്കൊടുക്കടാ. കണ്ണിറുക്കി ചിരിക്കുന്ന ആദർശിനെ നോക്കിക്കൊണ്ട് താലിയും മാലയും കയ്യിലേക്ക് എടുത്തു. എന്താണ് നടക്കുന്നത് എന്നറിയാൻ വയ്യാതെ ചുളിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന അഞ്ജലിയുടെ കഴുത്തിലേക്ക് ചാർത്തി. ദീപു ആദ്യത്തെ ഞെട്ടൽ മാറിയതും അഞ്ജലിയുടെ സ്വരം ഉയർന്നു. അയ്യോ, ശബ്ദം ഉയർത്താതെ, കുഞ്ഞിനാ ദോഷം. ആദർശ് അവളെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു. അഞ്ജലിയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി. നീ എന്താ കരുതിയത്? ഇത് നിന്റെ പ്ലാൻ ആണെന്നോ? എന്നാലല്ല, എൻ്റെ പ്ലാനാണ്. ആദർശിന്റെ കടുത്ത സ്വരം. അഞ്ജലി, നീ ഇപ്പോ ദീപുവിന്റെ ഭാര്യയാണ് കേട്ടോ. ഷോ, സാക്ഷിയായി ഒപ്പിടാൻ വന്ന് കല്യാണ പെണ്ണായി. കഷ്ടം തന്നെ. നിതിൻ പരിഹാസ ചിരിയോടെ പറഞ്ഞു. നോ, അല്ല. ദേഷ്യം കൊണ്ട് അഞ്ജലി വിറച്ചു. എന്തല്ല, നീ സൈൻ ചെയ്തത് സാക്ഷിയുടെ സ്ഥാനത്തല്ല. അഞ്ജലി ദീപുവിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. നീ എന്നെ ചതിച്ചതല്ലേ? കടുപ്പത്തിൽ ചോദിച്ചു. ആര്? ഞാനാണോ ചതിച്ചത്? ഒട്ടും മനസാക്ഷി ഇല്ലേ അഞ്ജു നിനക്ക്? എൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ട് എൻ്റെ മുന്നിൽ വന്നു നിന്ന് ഇത്രയും അഭിനയിച്ച് കൂട്ടിയത് ആരാ? ദീപുവിൻ്റെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് നോക്കി നിന്നു. ഞാൻ പ്രഗ്നന്റ് അല്ല. ഈ പച്ചക്കള്ളം നിന്നോട് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല.
നീയും നിന്റെ തന്ത മുകുന്ദനും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വയ്യാതെ കൊണ്ടുവന്നതാ. എല്ലാം നേരിൽ കണ്ടത് ഞാനാ. ദീപു ഉറപ്പോടെ പറയുമ്പോൾ അഞ്ജലി ഒന്ന് പതറി. എന്താ? എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. അഞ്ജലിയെ ചേർത്ത് പിടിച്ച് ദീപു പറയുമ്പോൾ അവൾ നിന്ന് കുതറി. കൂടുതൽ തുള്ളാതെ അവൻ്റെ ഒപ്പം പോകാൻ നോക്കടി. ആദർശിൻ്റെ സ്വരം അവളൊന്ന് ഞെട്ടി. ഞാൻ പോകില്ല, എനിക്ക് എൻ്റെ ഡാഡിയെ കാണണം. അവൾ ഫോൺ കയ്യിലേക്ക് എടുത്തു. ദീപു ആ ഫോൺ പിടിച്ചു വാങ്ങി നിലത്തേക്ക് എറിഞ്ഞു. ഡാഡി, ഛേ, അവനൊക്കെ ഒരച്ഛനാണോ? ദേഷ്യത്തോടെ പറഞ്ഞ് അഞ്ജലിയെ തന്നിലേക്ക് അമർത്തി പിടിച്ച് മുന്നിലേക്ക് നടന്നു. കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറന്നു. കയറടി. ഇതുവരെ കാണാത്ത ദീപുവിൻ്റെ പുതിയ മുഖം അവളൊന്ന് വിറച്ചു. എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അടിച്ച് കവിൾ പൊട്ടിക്കണ്ടെങ്കിൽ കയറ്. അവൻ വലത് കൈ ഉയർത്തി. അവൾ കാറിലേക്ക് കയറി. ദീപു ഡോറടച്ചു. തിരിഞ്ഞ് ആദർശിനരികിലേക്ക് വന്നു. താങ്ക്സ് ഡാ. ഇത്രയും വലിയ ഉപകാരം നീ ചെയ്തു തരുമെന്ന് മനസ്സിൽ പോലും കരുതിയില്ല. ആദർശിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. തല ചരിച്ച് നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. താങ്ക്സ് പെങ്ങളെ. അവൾ കാരണം നക്ഷത്രയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ അതിനനുവദിക്കില്ല. ഉറപ്പോടെ പറഞ്ഞ് അവൻ കാറിന് അരികിലേക്ക് നടന്നു. ദീപു. പിന്നിൽ നിന്നും ആദർശിൻ്റെ സ്വരം. അവൻ തിരിഞ്ഞു നോക്കി. മുകുന്ദൻ, അയാൾ വരും. ഒരു കാരണവശാലും അവളെ പോകാൻ അനുവദിക്കരുത്. ദീപു ചിരിയോടെ തലകുലുക്കി. എല്ലാം ശുഭം, ഞങ്ങൾ പോവാണ്. മൂന്നും ബുള്ളറ്റിൽ കയറി. ആദർശ് തല ചരിച്ച് വീർത്ത മുഖത്തോടെ നിൽക്കുന്ന നക്ഷത്രയെ നോക്കി. നാച്ചൂട്ടാ, വേണ്ട, വിളിക്കണ്ട. എന്നോട് ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു. ആദർശ് വെളുക്കനെ ചിരിച്ചു. പേടിച്ചു പോയോ? ഞാൻ മാറ്റിത്തരാം. വേണ്ട, എനിക്കറിയാം. എന്ത് പേടി മാറ്റാനോ? ദേ ദർശ, കടുപ്പത്തിൽ വിളിച്ച് അവൾ നടന്നു. നാച്ചൂട്ടാ വലം കൈയിൽ അമർത്തി പിടിച്ചു. എന്താടാ, പിണങ്ങിയോ? പിണങ്ങി. എന്നോട് മറച്ചു വെച്ചു. ഒരുപാട് പേടിച്ചു, അറിയോ? നക്ഷത്രയുടെ ഇരു കവിൾത്തടങ്ങളും ചെറുതായി വീർത്തു. എൻ്റെ നാച്ചു, മറച്ചു വെച്ചതല്ല, സോറി. പിണക്കം മാറ്റാൻ ആദ്യേട്ടൻ എന്താ തരേണ്ടത് അത് പറ. അവളുടെ വീർത്ത കവിളിൽ ചെറുതായൊന്ന് കുത്തി. നക്ഷത്ര ചിരിച്ചു. എനിക്ക് പിണക്കമൊന്നുമില്ല, ചുമ്മാ. കള്ളി, കയറ്. ബുള്ളറ്റിൽ അവന് പിന്നിലായിരുന്നു. നമ്മൾ കോളേജിലേക്കല്ലേ ആദ്യേട്ടാ? അല്ല. എന്തായാലും ക്ലാസ് കട്ട് ചെയ്തു. ഇന്നൊന്ന് കറങ്ങാം, എന്താ ആദ്യേട്ടാ? പ്രണയത്തോടെയുള്ള അവളുടെ സ്വരം. കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു. നാച്ചു, നമുക്ക് വീട്ടിൽ പോയാലോ? അവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി. നക്ഷത്ര ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടി, നീ എൻ്റെ സ്വന്തമല്ലേ? ആണ്, പക്ഷേ. പകുതിയിൽ നിർത്തി അവൻ്റെ പിൻഭാഗത്ത് മുഖം അമർത്തി വെച്ചു. നാച്ചൂട്ട, പരിപ്പ് വട വേണോ പെണ്ണെ? പെട്ടെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ചിരിയോടെ തല കുലുക്കി. ചൂട് ഏലക്ക ചായയും പരിപ്പ് വടയും ആസ്വദിച്ച് കഴിക്കുന്നവളെ നോക്കി നിന്നു. ഇഷ്ടായോ പെണ്ണെ? സൂപ്പർ. ആദ്യേട്ടന് വേണ്ടേ? ഏയ് വേണ്ട. ഓ, നിങ്ങൾ പണക്കാരല്ലേ, അതുകൊണ്ട് തട്ടുകടയിൽ നിന്ന് കഴിക്കില്ലല്ലോ. അവൻ്റെ ചുണ്ടുകൾ കൂർത്തു. കണ്ണുകൾ അവൾ കഴിച്ച പരിപ്പ് വടയിലുടക്കി. തല താഴ്ത്തി ഒരു പീസ് പരിപ്പ് വട കടിച്ചെടുത്തു. ആദ്യേട്ടാ? അവൻ ചിരിച്ചു. ഇഷ്ടാണ്. പ്രണയത്തോടെയുള്ള സ്വരം. നമുക്ക് പോകാം. പോകാം. അപ്പയെ കാണാൻ തോന്നുക. അപ്പ മാത്രമാണ് ഇതുപോലെ എനിക്ക് വാങ്ങി തരാറ്. പതിഞ്ഞ സ്വരം. ആദർശ് ഫോൺ കയ്യിലേക്കെടുത്തു. കാണാൻ പറ്റില്ല, നാളെ കോളേജുണ്ട്. അതുകൊണ്ട് വിളിച്ച് സംസാരിക്ക്. സെക്കൻഡ് സാറ്റർഡേക്ക് അധിക ദിവസമില്ലല്ലോ. അവൻ പറയുമ്പോൾ ഫോൺ വാങ്ങി. അപ്പാ? ഉറക്കെയുള്ള നക്ഷത്രയുടെ സ്വരം. ഭാര്യയുടെ കൈ വേണുമാഷിൻ്റെ കയ്യിൽ അമർന്നു. പറയടോ. മാഷ് പറയുമ്പോൾ ഭാര്യര് തലകുലുക്കി. മോളെ, അപ്പയ്ക്ക് കുട്ടിയെ കാണാൻ തോന്നുക. ഒന്ന് ഇത്രയിടം വരെ വരുമോ? എന്താപ്പാ, എന്തു പറ്റി? വയ്യേ? വെപ്രാളത്തിൽ അവൾ ചോദിക്കുമ്പോൾ ആദർശിൻ്റെ മുഖം ചുളിഞ്ഞു. ഏയ്, അപ്പയ്ക്ക് ഒരു വയ്യായികയില്ല മോളെ. എന്തോ കാണാൻ തോന്നുന്നു. അതപ്പാ, നാളെ ക്ലാസ് ഉണ്ട്. നാളെ കഴിഞ്ഞ് ഞായറല്ലേ മോളെ? നാളെ ഒരു ദിവസം ലീവ് എടുക്ക് അപ്പയ്ക്ക് വേണ്ടി. അവൾ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തല കുലുക്കി ചിരിച്ചു. എന്നാൽ ഞാൻ ഇന്ന് വരാം, വൈകുന്നേരത്തെ ബസ്സിന്. നക്ഷത്ര പറയുമ്പോൾ ഭാര്യയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അപ്പാ? വല്ലായ്മയോടെയുള്ള സ്വരം. എൻ്റെ കുട്ടി പേടിക്കേണ്ട, ഇവിടെ ഇല്ല.
ചരക്കിറക്കാൻ പോയി. അപ്പ കവലയിൽ കാത്തു നിൽക്കാം. കോൾ കട്ട് ചെയ്ത് വാര്യര് മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. വന്നിട്ട് പറയാം അല്ലേ വേണു? ഹാ, അത് മതി വാര്യരെ. അവർ വന്ന് പെണ്ണ് കാണട്ടെ. നമ്മുടെ കുട്ടിയെ അവർക്കിഷ്ടമാകാതിരിക്കില്ല. കാലൻ പോയത് നന്നായി. എന്നാലും വേണു, സ്ത്രീധനം അതാണ് പ്രശ്നം. അവർ കൂടുതൽ ചോദിക്കുമോ? ഏയ് ഇല്ല, നല്ല കൂട്ടരാ. ചെക്കനെ ഞാൻ പഠിപ്പിച്ചതാ. ഈ കാലത്ത് ഒരു ഗവൺമെൻറ് ജോലിയുള്ള ആളെ കിട്ടുന്നത് പാടാ. പക്ഷേ നമ്മുടെ നക്ഷത്രയ്ക്ക് ഭാഗ്യമുണ്ട്. ഇത് എങ്ങനെ നടത്തണം വാര്യരെ? മോള് രക്ഷപ്പെടട്ടെ. അയാൾ അമർത്തി മൂളി. ഹൃദയത്തിൽ ഒരു വേദന. നെഞ്ചു പതിയെ ഒഴിഞ്ഞു. എന്താ വാര്യരെ? മാഷ് വെപ്രാളത്തിൽ ചോദിച്ചു. അറിയില്ല വേണു, പക്ഷേ ഉള്ളു കിടന്ന് പിടയ്ക്കുക. എൻ്റെ കുഞ്ഞ് കുട്ടിയല്ലേ. അമ്മയുടെ ചൂട് അറിഞ്ഞ് വളരാൻ കഴിഞ്ഞില്ല. ഓടി തുള്ളി കളിച്ച് നടക്കേണ്ട ബാല്യവും കൗമാരവും അതിന് നഷ്ടമായി. ഇപ്പോൾ വയസ്സെത്തും മുന്നേ കല്യാണവും. ദൈവം കൊടുത്ത വിധിയെ. ഒന്നുമില്ല വാര്യരെ, മോള് സുഖമായി ജീവിക്കും. അയാൾ മുന്നിലേക്ക് നടന്നു. നാച്ചൂട്ടാ, എന്താടി? എന്തു പറ്റി? മുഖമല്ലാതെ. ഏയ് ഒന്നുമില്ല ആദ്യേട്ടാ. എന്തുണ്ടേലും എന്നോട് പറയണം. അത് സങ്കടമായാലും സന്തോഷമായാലും. ആദർശിൻ്റെ സ്വരം ഹൃദയത്തിലേക്ക് തുളച്ചു കയറുമ്പോൾ വിങ്ങലോടെ അവൻ്റെ പിൻഭാഗത്ത് മുഖം അമർത്തി വെച്ചിരുന്നു. അപ്പയുടെ സമ്മതം വാങ്ങി വന്നിട്ട് ഈ നക്ഷത്രം എന്താണെന്ന് ഞാൻ പറയും. എല്ലാം ആദ്യേട്ടൻ അറിയണം. ശബ്ദമില്ലാതെ പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. നാച്ചൂട്ട ഹോസ്റ്റലെത്തുമ്പോൾ അവൻ ബുള്ളറ്റ് സൈഡ് ഒതുക്കി. അവൾ ഇറങ്ങി. എന്തിനാടാ കരഞ്ഞേ? പെട്ടെന്ന് ആദർശ് ചോദിക്കുമ്പോൾ സങ്കടത്തോടെ തല താഴ്ത്തി നിന്നു. ആദ്യേട്ടനെ കാണാൻ കഴിയില്ല എന്നോർത്താണോ? താഴ്ന്ന മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. ഇപ്രാവശ്യം അപ്പയോട് എന്നെ പറ്റി പറയണം. എന്നിട്ട് വേണിയുടെ ഫോണിൽ വിളിക്കണം. ഞാൻ വരാം, അപ്പയെ കാണാം. അവളുടെ കണ്ണുകൾ തിളങ്ങി. ആദർശ ചിരിയോടെ ആ വീർത്ത ഇരു കവിൾത്തടത്തിലും കൈകൾ ചേർത്തു. ഈ പൂച്ച പെണ്ണിനെ എനിക്ക് തരുമോയെന്ന് ചോദിക്കാം. എൻ്റെ ഹൃദയത്തിലെ മിടിപ്പ് അവസാനിക്കുന്നത് വരെയും പൊന്നു പോലെ നോക്കാമെന്ന് വാക്കും കൊടുക്കാം. അവൻ്റെ സ്വരം. അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ചിരിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് ആദർശിൻ്റെ കവിൾത്തടത്തിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ശ്വാസം പുറത്തേക്ക് വിടാൻ മറന്നുപോയ നിമിഷം അവനൊന്ന് പിടച്ചു. നാച്ചൂട്ടാ, വെപ്രാളത്തിൽ വിളിച്ചു. സന്തോഷം കൊണ്ടാ, ചിരിയോടെ പറഞ്ഞ് തിരിഞ്ഞ് ഹോസ്റ്റൽ ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് വാർഡനോട് പറഞ്ഞിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പിന്നിൽ അവൻ്റെ സ്വരം. അവൾ ചിരിച്ചു. എടാ മഹാഭാവി, നീ ഞങ്ങളെ ഇങ്ങനെ ചതിച്ചല്ലോ. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന ദീപുവിനെ നോക്കി രമ നെഞ്ചത്തടിച്ച് കരഞ്ഞു. അമ്മ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നെയൊന്ന് മനസ്സിലാക്ക്. അവൻ്റെ ദയനീയമായ സ്വരം. രമേ, നീ സമാധാനിക്ക്. അവൻ എന്താ പറയാനുള്ളത് എന്നറിയട്ടെ. ശാന്തമായി പറഞ്ഞ് അച്ഛൻ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. കുട്ടി അകത്തേക്ക് കയറ്. അവൾ രൂക്ഷമായി ദീപുവിന് നേരെ തിരിഞ്ഞു. ഈ ചെറിയ വീട്ടിൽ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം. ദീപുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നീ എൻ്റെ ഭാര്യയാ. ഇനി മുതൽ ഞാൻ പറയുന്നത് അഞ്ജലി കേൾക്കും. കയറി പൊടിയകത്ത്. ദേഷ്യത്തോടെ കടപ്പല്ല് ഞെരിച്ച് പിടിച്ച് അവൻ പറയുമ്പോൾ അവളൊന്ന് വിറച്ചു. ദീപുവിൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കി പുച്ഛത്തോടെ തല വെട്ടിച്ച് അകത്തേക്ക് കയറി. അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റി, ക്ഷമിക്കണം എന്നോട്. എല്ലാം തുറന്ന് പറയുമ്പോൾ ആ അച്ഛനും അമ്മയും ഒന്ന് ഭയന്നു. ദൈവമേ, മുകുന്ദൻ്റെ മകളാണോ ഇത്? അയാള് ഒരു മനുഷ്യത്വം ഇല്ലാത്തവനാന്ന് നിനക്കറിയില്ലേ? എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ നീ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്? അച്ഛൻ ദേഷ്യത്തോടെ ചോദിച്ചു. വിട്ട് കളയാമായിരുന്നു, പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. അവൾ 3 മാസം ഗർഭിണിയാ. സ്നേഹിച്ചു പോയി, മറക്കാൻ പറ്റില്ല. സങ്കടത്തോടെ പറയുന്നവനെ നോക്കി അവർ നിന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടത്തോടെ ആ അമ്മയുടെ കൈ അവൻ്റെ കവിൾത്തടത്തിൽ പതിച്ചു. ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്ന ഞങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ചില്ല അല്ലേ? ഹാ, നീയും ഒരച്ഛനല്ലേ. കാലം എല്ലാം പഠിപ്പിക്കും. വേദനയോടെ അമ്മയുടെ സ്വരം ഇടറി. ഹാ, കയറ്. അരികിലേക്ക് വരുന്ന നക്ഷത്രയെ നോക്കി പറഞ്ഞു. എന്നെ ബസ് സ്റ്റോപ്പിൽ ആക്കി തന്നാൽ മതി ആദ്യേട്ടാ. എന്താ, ഞാൻ ഡ്രോപ്പ് ചെയ്താൽ ഒക്കില്ലേ? അത് വേണ്ട, അപ്പ കവലയിൽ കാത്തു നിൽക്കും. നാച്ചൂട്ടാ, ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടാൽ എനിക്ക് സമാധാനം കിട്ടില്ലടാ. അവൾ ചിരിച്ചു. എന്നെ ബസ്സിൽ കയറ്റി വിട്ടാൽ മതി. സ്റ്റോപ്പിൽ ബസ് നിർത്തുമ്പോൾ മാത്രമേ ഞാൻ സീറ്റിൽ നിന്നും എഴുന്നേൽക്കൂ.
ഇത്തിരി വാശി കൂടുന്നുണ്ട്. അവൾ വെളുക്കനെ ചിരിച്ചു. എൻ്റെ പെണ്ണെ, റോഡാണ് കേട്ടോ. അയ്യേ, നാണമില്ല അല്ലേ? ഏയ് ഇല്ല. ബസ് മുന്നിൽ വന്ന് നിന്നു. സൂക്ഷിക്കണം. അവളുടെ തലമുടിയിൽ പതിയെ തഴുകുമ്പോൾ നക്ഷത്ര ആദർശിന്റെ കണ്ണിലേക്ക് നോക്കി. ഇടയ്ക്ക് ആദ്യേട്ടൻ അപ്പയായി മാറുക. അവൻ ചിരിച്ചു. ബസ്സിൽ കയറിയിരിക്കുമ്പോൾ വിൻഡോ വഴി അവൾ കൈവീശി. ചെന്ന് ഇറങ്ങിയ ഉടനെ എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കാം ആദ്യേട്ടാ.